വയനാട് കൽപ്പറ്റയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ട്. സുജിത്ത് അയ്യപ്പത്ത് ചേരുന്ന വിശദാംശങ്ങളുമായി. സുജിത്ത്, എന്താണ് പ്രതിഷേധ കാരണം? ബത്തേരി താലൂക്ക് ആശുപത്രിയുടെ ഭാഗമായി ആശുപത്രി വളപ്പിൽ ഇന്ന് അമ്മയും കുഞ്ഞും ആശുപത്രി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഈ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് മന്ത്രി വീണ ജോർജ് ഇവിടേക്ക് എത്തുന്നത്. അവർ മീനങ്ങാടി പരിപാടിയിൽ പങ്കെടുത്ത് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. ഇതിനു മുമ്പാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ബത്തേരി നഗരത്തിൽ അങ്ങിങ്ങായി അവിടെയായി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ വഴിയിലേക്ക് എത്താനുള്ള ഒരു കാരണം. അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് പല ഭാഗങ്ങളിലായി ചിതറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കരിങ്കൊടി കാണിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അങ്ങനെ അതിന്റെ ഭാഗമായാണ് ഇവിടേക്ക് കേന്ദ്രീകരിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ അമൽ ജോയ്, ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പലയിടത്തായി ചിതറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇതിനിടയിൽ പോലീസ് എത്തി കരുതൽ നടപടി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അമൽ ജോയിയെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. സമാനമായ രീതിയിൽ യൂത്ത് ലീഗും ഇന്ന് പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. യൂത്ത് ലീഗ് പ്രവർത്തകർ ചുങ്കം ജംഗ്ഷനിൽ നിന്ന് പ്രകടനവുമായി പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ വെച്ച് പോലീസ് തടയും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പല ഭാഗങ്ങളിലായി ചിതറി നിൽക്കുന്ന അവസ്ഥയുണ്ട്. അതായത് മന്ത്രി കടന്നു പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. 25 കോടി രൂപ ചിലവിലാണ് ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതായത് 7 നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഈ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തസ്തികയടക്കം സൃഷ്ടിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഉദ്ഘാടനത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട അമൽ ജോയ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനാണ്. അദ്ദേഹമാണ് പ്രതിഷേധവുമായി ചുങ്കം ജംഗ്ഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനിടയിലാണ് കരുതൽ നടപടി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ പല പ്രവർത്തകരും നേതാക്കളും പല ഭാഗങ്ങളായി ചിതറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവരെല്ലാം തന്നെ ഈ കരിങ്കൊടി കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ജില്ലയിൽ വീണ ജോർജിന് നിരവധി പരിപാടികളുണ്ട്. ഏതായാലും സുൽത്താൻ ബത്തേരിയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. അവർ ആരോഗ്യമന്ത്രിയെ കാത്ത് കരിങ്കൊടിയുമായി നിൽക്കുകയായിരുന്നു. അവിടെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കരുതൽ തടങ്കലിലെടുത്തിരിക്കുക. പക്ഷേ നഗരത്തിന്റെ പല ഭാഗത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചു നിൽപ്പുണ്ട് പ്രതിഷേധിക്കുവാനായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.